ഹലോ, ഞാൻ സുനി സജീവ്. രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യെശയ്യ 46:4. ഈ യെശയ്യ ഉണ്ട് കേട്ടോ, ഒരു 35 മുതൽ. എൻ്റെ ദൈവമേ, യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ നമുക്കുള്ള അനുഗ്രഹമാണ്. അതിലപ്പടി ഭയങ്കര നമ്മളിങ്ങനെ അത് നമുക്കിങ്ങനെ ഭയങ്കര ഒരു അനുഗ്രഹം എല്ലാം ആമയം പറഞ്ഞിങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഞാനിങ്ങനെ അത് ഇനി സംഭവിക്കുന്നത് വിശ്വസിച്ച് ഞാനതങ്ങ് ഏറ്റെടുക്കും. യെശയ്യ 46:4 പറയാം, നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഞാൻ അനന്യം തന്നെ. നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാനത് ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ആമേൻ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടോയെന്നറിയാൻ പാടില്ല. ഒരു ചേച്ചി, അമ്മച്ചി ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ മരണത്തിനെ പറ്റി ഈ ഭൂമി ഉള്ള ബൈബിൾ വചനം പറയും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വരാനിരിക്കുന്നതാണ് ഈ മരണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ ഈ നരയ്ക്കുമ്പോൾ അല്ല ചിന്തിക്കണേ. നമ്മുടെ നല്ല കുഞ്ഞിലെ മുതൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാലേ നമുക്ക് ആ ദൈവരാജ്യത്തിലെ ഭൂമിയിലെ സുഖവും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ഭയങ്കര അസ്വസ്ഥതകളും സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്നാ കാര്യം? അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും ഇല്ലാണ്ട് എന്നാ കാര്യം? അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ കുഞ്ഞിലെ ചൊട്ടയിലെ മുതൽ ഞാൻ കുഞ്ഞുവിനോട് പറഞ്ഞിട്ടുണ്ട്, പൗലോ കുഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ എനിക്കിതുവരെ സാധിച്ചില്ല. ഞാൻ എപ്പോഴും തിന്നുമ്പോൾ ഓർക്കും, യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ ആഹാരം തന്നതിന് നന്ദി പറയണമെന്ന്. തീറ്റ കഴിയുമ്പോൾ ഞാൻ എന്നും ഓർക്കും കേട്ടോ. ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ ചാച്ചൻ്റെ അപ്പം വലിയ പ്രാർത്ഥനക്കാരനല്ല, ഫുഡിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിക്കും. എൻ്റെ ചാച്ചൻ, എനിക്ക് എപ്പോഴും ചാച്ചൻ വെച്ച് കള്ളൊക്കെ കുടിക്കുമെങ്കിലും ഒത്തിരി ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്ന ക്വാളിറ്റി എപ്പോഴും ചാച്ചൻ കുടിച്ച് കണ്ണും കൂടെ കാണാൻ പാടാണ്ടായിരിക്കും ഫുഡ് കഴിക്കണേ. പക്ഷേ ചാച്ചൻ ഇങ്ങനെ ചോദിക്കും, അപ്പം ഫുഡ് കഴിച്ചോ? ചാച്ചൻ്റെ അപ്പനെ പിള്ളേർ കഴിച്ചോ? എന്നാൽ അമ്മച്ചിയും കൂടെ കഴിച്ചോ എന്ന് ചാച്ചൻ ചോദിക്കേണ്ടതായിരുന്നു. അത് ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നീ കഴിച്ചോ എന്ന് ചോദിക്കണ കേട്ടിട്ടില്ല, അതുകൂടെ ചോദിക്കേണ്ടതാണ്. എന്നിട്ട് ചാച്ചൻ ചുമ്മാ വഴിപാട് പോലെ പാതിരാത്രിക്ക് ആരാ കഴിക്കാണ്ടിരിക്കണേ എന്ന് ചോദിച്ചിട്ട് ഉമ്മൂള് അതിങ്ങനെ ആ ഒരു ചോദ്യം ചോദിക്കാണ്ട് ചാച്ചൻ ഫുഡ് കഴിക്കില്ല. അങ്ങനെ ഒരു ശീലം. അപ്പോൾ ഒരു ഗുഡ് ക്വാളിറ്റി. അപ്പോൾ പൗലോ കുഞ്ഞിലെ മുതലേ എല്ലാത്തിനും എപ്പോഴും താങ്ക്സ്, യേശുമ്പരാന് താങ്ക് യു, ഐ ലവ് യു ജീസസ്, ഇതൊക്കെ പഠിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാനും അങ്ങനെ കൊച്ചിലേ അതങ്ങ് ചിട്ട വന്നാലേ അവരെയൊക്കെ കൊച്ചിലേ മുതലേ കാരണവന്മാർ ചിട്ടയോടുകൂടി വളർന്നിട്ടല്ലേ ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കണേ. ആ അമ്മച്ചി ഉണ്ടോ, ആ പ്രാർത്ഥന എന്ത് വലിയ സുവിശേഷ. ഈ നമ്മൾ ഈ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗിക്കുന്നത് എന്തിനാ? മരിച്ച ആൾ കേൾക്കാനല്ല, നമ്മൾ കേൾക്കാനാ. പക്ഷെ ആരെങ്കിലും കേൾക്കണ്ടോ? നമ്മളൊക്കെ ഓർക്കും, ഞാൻ പണ്ട് ഓർത്തോണ്ടിരുന്ന മരിച്ചയാൾക്ക് കേൾക്കാനാണ്, ആത്മാവ് അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ആത്മാവ് പോകേണ്ട അടുത്തായിട്ട് പോകും. മരിക്കാനിരിക്കുന്ന നമുക്ക് കേൾക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്ന സുവിശേഷം. അത് പ്രാർത്ഥിച്ചിട്ട് കുഴഞ്ഞു വീണ് മരിക്കണമുണ്ടോ? അമ്മ എന്തൊരു ഭാഗ്യമല്ലേ. ഞാനിങ്ങനെ എനിക്കും അങ്ങനെയൊക്കെ മരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയല്ല, എനിക്ക് ഞാൻ ഇസ്രയേലിന് ടൂർ പോയത് ഡാമിയൽ ബ്രദറിൻ്റെ കൂടിയാണ്, ബ്ലെസ്സിങ് ടുഡേയിലെ. അപ്പോൾ ഡാമിയൽ ബ്രദർ പറഞ്ഞു, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. ഏതായാലും ഈ തോടെ ഒരു കാര്യമാകട്ടെ, നിങ്ങളുടെ മരണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ ഒരൊച്ച. ഇപ്പോൾ ഡാമിയൽ ബ്രദർ പറഞ്ഞു, എല്ലാവരും ഭൂമിയിൽ മരിക്കണില്ല ഒരിക്കലും, എന്നായാലും ഒരു ദിവസം മരിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചിട്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് കട്ടിലെ കയറി അങ്ങ് മരിക്കണേ. യാക്കോബ് മരിച്ച പോലെ. അന്ന് മുതൽ ഞാൻ അങ്ങനെ ഒരു മരണമാട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ ആ സുവിശേഷം പറഞ്ഞ് മരിക്കണേ അമ്മച്ചിനെ കണ്ടപ്പോൾ പിന്നെ കൊതി. ദൈവമേ, എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മക്കളോടും പേരക്കിടാങ്ങളോടും സുവിശേഷം പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഇതേ കണ്ടോ. അപ്പം നരച്ചാലും ആ യേശുമ്പരാൻ അതിനെ പൂർണ്ണ ആരോഗ്യത്തിൽ ആ സുവിശേഷം പറയണത് മൈക്ക് വരെ വെച്ചിട്ട് അതങ്ങ് വീണ് മരിക്കുക എന്ന് പറയുമ്പോൾ ആ പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അവരെ അനുഗ്രഹിച്ചേക്കണം കണ്ടോ. അപ്പോൾ ദൈവം പറഞ്ഞേക്കണ വാക്ക് വിശ്വസ്തനായ ദൈവമാട്ടോ. അപ്പം നമ്മൾ അതെല്ലാം കാര്യമായിട്ട് സ്വീകരിക്കണം. മരണമൊക്കെ കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ അതൊക്കെ എല്ലാ ജീവജാലങ്ങൾക്കും വരാനുള്ളതാണ്. പക്ഷേ ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തരാൻ യേശുക്രിസ്തു മതിയാവും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ, ഇത് സൂപ്പർ മൊഡാലിൻ്റെ എന്നോട് എടുക്കുന്നു പറഞ്ഞ് അവർ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് ഭംഗിയാ നോക്കി. ഈ മൊഡാലിൽ ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലാമറുണ്ട് കേട്ടോ, ഇത് ഭയങ്കര സൗന്ദര്യമുണ്ട്. 3999 3999 3 എന്നല്ല പറഞ്ഞ ബാക്കി പറയാൻ വന്നതാണ്.
നല്ല നല്ല സംഭവം കേട്ടോ, ഒറിജിനലാട്ടോ. ഇനി ഒരു മിസ്സിങ് ഒന്നുമില്ല കേട്ടോ, ഒറിജിനൽ മോഡൽ തന്നെ കേട്ടോ. സോഫ്റ്റ് സിൽക്ക് ബോട്ടും അടിപൊളിയാട്ടോ. മോഡാല് ഭയങ്കര ഡിമാൻഡാണ്. നമുക്കടെ എടുത്ത് കഴിഞ്ഞ ദിവസം പ്ലെയിൻ കൊണ്ടുവന്ന് അപ്പടി നിൽക്കുകയാണ്. ഇത് കണ്ടോ, ആ കളറിൻ്റെ തന്നെ സിസ്സാക്കി വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി. ലൈനിങ് ഇട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ മൊഡാലിൻ്റെ ഷോളും കണ്ടോ, എന്ത് രസാലേ. പിന്നെ ബ്ലാക്ക് ടോപ്പും ഒക്കെ എടുത്താലും ഒക്കെ ഇടാം കേട്ടോ. ബ്ലാക്ക് ഒരു പ്ലെയിൻ ടോപ്പിനോട് നല്ലതാണ്. നല്ല കളർ ചാർട്ടുകളാട്ടോ. അടിപൊളി സെറ്റാണ്. ഈ ഓണത്തിൻ്റെ സെറ്റുകളാണ് വന്നുകൊണ്ടിരിക്കണേ. ഓഗസ്റ്റ് വരെ ആദ്യമായിട്ടോ നല്ല സെറ്റുകൾ തന്നെ ഓണത്തിന്. കേരളത്തിൽ ഏറ്റവും അധികം സെറ്റുകൾ വന്ന സമയമല്ലേ. അത് കഴിഞ്ഞ് തന്നെ ക്രിസ്മസ് വരുമെങ്കിലും ഇതൊരു വലിയ വിലയൊന്നുമില്ലല്ലോ, ഒരു സൂപ്പർ ഹിറ്റ് സെറ്റാട്ടോ. ഹക്കോബയുടെ സെറ്റ്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ആപ്ലിക് വർക്കിൻ്റെ സംഭവം. ബാക്ക് ഇതേ പ്ലെയിനാണ്, പക്ഷേ ഈ വില കൂടിയ കോട്ടനല്ലേ, നമ്മൾ 299 ഒക്കെ വിൽക്കണ ആ കോട്ടനാണ്. അത് കഴിഞ്ഞിട്ട് ഷോള് നല്ല സോഫ്റ്റ് ഒരു ലിനൻ ഷോള്, ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ബോട്ട. ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടും. ഇതിൻ്റെ വില കേൾക്കുമ്പോൾ ചേട്ടണം 1199 ഉള്ളൂ. 1199. അടിപൊളി സംഭവം കേട്ടോ, അടിപൊളി സംഭവം. 1199 ആണ്. സൂപ്പർ ഹിറ്റ് സംഭവമാണ്. കളേഴ്സ് നോക്കിയോ. വെബ്സൈറ്റിൽ ചാടിയെടുത്തു, അല്ലെങ്കിൽ 4 ഓൺലൈൻ പിള്ളേരുണ്ട്. വാട്സപ്പ് കോൾ വിളിക്കണം. 10 മണി മുതൽ 6 മണി വരെയുണ്ട്. വെബ്സൈറ്റും ഇപ്പം നല്ല സുഖമായിട്ട് നല്ല സുഖമുള്ള വെബ്സൈറ്റ് ആക്കി. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ കാര്യങ്ങൾ. നല്ല 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 സെറ്റാട്ടോ. നല്ല ഗ്രീൻ സൂപ്പർ ഹിറ്റ് സംഭവം. എല്ലാം ബേസിക്. ഇതെന്നെ ഡിസൈൻ വ്യത്യാസമാണോ? അപ്പോൾ ഷോളും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇത് ഇത്രയും ഇങ്ങനെ ഒത്തിരി കിട്ടിയില്ല. അപ്പോൾ പല കിട്ടിയ ഡിസൈൻ എല്ലാം എടുത്തതാണ്. കാരണം ഇതിനെല്ലാം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ വിലയ്ക്ക് ഇതിനെ മൊത്തം അടിയായിരിക്കുന്നു. ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ, ഇറക്കമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നല്ല സംഭവമാണ്. അടിപൊളി ചുരിദാർ സെറ്റുകളാട്ടോ. 1199 ഉള്ളൂ വില. നല്ല സൂപ്പർ ഹിറ്റ് ചുരിദാർ സെറ്റാണ്. പെട്ടെന്ന് എടുത്തോ. $1199. നല്ല കളർ ചാർട്ടുകൾ. ഇത് കണ്ടോ, ടിഷ്യൂ സിൽക്ക്. അതിലൊരു സെൽഫ് പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. സോഫ്റ്റ് ആട്ടോ. ഇപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂ ബനാറസ് ഇതൊക്കെ ഭയങ്കര ഫാഷനാണ്. ടിഷ്യൂ തുണി ഒരു ഗ്ലോ ഉണ്ട്. ഈ ഇങ്ങനെ ഒരു ഭയങ്കര നല്ല കൂടിയ സംഭവമാണ്. ഈ സൈസിൻ്റെ ഒരു ഗോൾഡൻ കളറ്. ഒരു 8-9 വർഷം മുമ്പ് മീറ്ററിന് 1990 രൂപയ്ക്ക് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് സിൽക്ക് ഷോൾ മേടിച്ചിടിയിലായിരുന്നു.
പക്ഷേ ആ ഗോൾഡൻ കളറ് എന്തോ പോലെ എൻ്റെ കയ്യിൽ ഗോൾഡനെ പറ്റി ഇരുന്നാൽ കുറേ കഴിയുമ്പോൾ ചീത്തയായി പോകും. ഡാർക്ക് കളറാക്കി പിന്നെ ലാസ്റ്റ് ചെയ്യും. ഇതിന് 1790 രൂപയുള്ളൂ. ഇതിൻ്റെ ഷോളൊക്കെ കണ്ടോ, ഒരു ഭയങ്കര വെറൈറ്റി സൂപ്പർ ഷോള്. ഇതൊരു ഭംഗിയാ, ഭയങ്കര രസമായിട്ട് ഈ സെറ്റാണ്. നല്ലൊരു പ്രീമിയം സെറ്റാണ്. ഫങ്ഷന് വേറെ 1799 ഉള്ളൂ വില. ഫങ്ഷന് വിടാൻ ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ടോൺ ആണ്. ഭയങ്കര ഗ്രാൻഡ് സെറ്റാട്ടോ. നമുക്ക് കുറച്ച് സാമ്പിൾ പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ റീസ്റ്റോക്ക് വരേണ്ടി വരും. കുറച്ചേ ഉള്ളൂ. $1799 ആണ് വില. അടിപൊളി സെറ്റ്, അടിപൊളി ഗ്രാൻഡ് സെറ്റ്. നല്ല കളർ ചാർട്ടാട്ടോ. നമ്മൾ ഈ ഓൺലൈൻ കണ്ട് നമുക്ക് കടയിൽ പോയി എടുക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലപ്പടി ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞിരിക്കുമല്ലേ. ഇപ്പം എനിക്കും ആകെ പ്രശ്നം. ഈ തുണിയെല്ലാം കണ്ടിട്ട് ഒരു സാരിയൊക്കെ നല്ലത് ഇങ്ങനെ വല്ല വലിയ ഫങ്ഷനാണ് ഞാനിപ്പോൾ എന്തെങ്കിലും എടുക്കാറുള്ളൂ. അങ്ങനെ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു 5000 രൂപ വരെയുള്ളതേ ഉള്ളൂല്ലോ. അപ്പോൾ ഇല്ല, എടുക്കാൻ പറ്റണില്ല. അയ്യോ, ഒന്നാമത് ഏത് കടയിൽ ചെന്നാലും അവരെല്ലാവരും എന്നെ അറിയും. അതാണ് ഏറ്റവും പ്രശ്നം. ഒന്നില്ലേ അവിടെ നിൽക്കുന്ന ആൾക്കാരറിയും, അല്ലെങ്കിൽ കാണിക്കുന്നവരറിയും. അപ്പോൾ നമ്മൾ എടുക്കാണ്ടിരിക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് കാണാൻ വന്നാന്ന് അവർ ചിന്തിക്കും. ആകെ ഒരു ഭയങ്കര ഒരു സമ്മർദ്ദമാണ് എനിക്കിപ്പോൾ തുണിയെടുക്കാൻ പോക്ക്. സഫയർ പണ്ടത്തെ പോലെ ഇപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടും നമ്മളെ തന്നെ നമ്മൾ ഒരുക്കി ക്രിസ്തുയേശുവിൻ്റെ വചനത്തിലും ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തോടു കൂടി ആക്കണം എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ജയലക്ഷ്മിയുടെ വാതൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ റോഡിൽ എൻ്റെ മോനെ പറ്റി അപ്പുറത്തുനിന്ന് വരുമ്പോൾ അവിടെ കയറാൻ പോയതല്ല, അവരെ വെയിറ്റ് ചെയ്തിരിക്കും. ഒരു കൊച്ചു ഓടി വന്നേക്കുക. ചേച്ചിയെ കുറേ നേരമായിട്ട് ഞാൻ നോക്കുവാന്ന്, ചേച്ചി തന്നെയാണോ എന്നറിയാൻ. ഒരു ന്യൂജൻ. അപ്പോൾ ഇപ്പോൾ പണ്ട് ഫേസ്ബുക്കിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇൻസ്റ്റയിലുള്ള എപ്പോഴും കാണുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. ന്യൂജൻ വീഡിയോ കാണുന്നുണ്ടല്ലോ, ദൈവവചനമൊക്കെ കാണുന്നുണ്ടല്ലോ. എൻ്റെ വിചാരം എൻ്റെ പ്രായമുള്ളവരൊക്കെ ഈ ദൈവവചനം കേൾക്കണമെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ആ പ്രായത്തിൽ ആ കൊച്ചൊക്കെ ദൈവവചനം കേൾക്കുക എന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ ഭാവി എന്തായിരിക്കും ഞാൻ ഓർക്കുക. ഞാനൊക്കെ ആ പ്രായത്തിലേ ഇങ്ങനെ എന്നിട്ടല്ലേ ദൈവത്തെ അറിയാണ്ട് പോയി കുഴി ചാടും. എന്നിട്ട് ദൈവം എനിക്കിങ്ങനെ വരുത്തിയില്ല, എന്നിട്ട് ദൈവത്തിനെതിരെ പുറത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ദൈവം അങ്ങനെയൊന്നും വരത്തില്ല, തിന്മയാൽ ദൈവം നമ്മളെ പരീക്ഷിക്കില്ലെന്ന് മനസ്സിലായ. സഫയർ ഗ്രീൻ ഇത് രസമല്ലേ, അടിപൊളി ഷോള് കണ്ടോ. എൻ്റെ അമ്മയത്ത് ഭംഗിയാ നോക്കി. 1799 ആണ് ഇത്. നമ്മുടെ കോട്ടൺ സെറ്റ്. അയ്യോ, രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അത് കുഞ്ഞ് കൊച്ചാണ്, അതിനെ വളർത്തി പറക്കി എടുക്കണം. അതിൻ്റെ സഹായം നിങ്ങളൂടെ ചെയ്തു തന്നെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് രേവതി ഗോൾഡൻ ഡയമണ്ട്സും വെഡ്ഡിങ് കളക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്യണം. സ്വർണം മേടിച്ച് ആരും നശിക്കില്ല. സ്വർണ്ണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പണ്ട് മുതലേ. പക്ഷേ ഇതുപോലെ വില കയറാറില്ല. ഇനി സ്വർണം ഒരു ലിക്വിഡ് അസറ്റായിട്ട് എല്ലാവരും കരുതി എല്ലാവരും അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ വിൽക്കാം, പിന്നീട് വേണമെങ്കിൽ മാറി മേടിക്കാം. ഇങ്ങനെ പല ഉപയോഗമുണ്ട്. ഉപയോഗം മാത്രം അതുകൊണ്ടുള്ളൂ, ഉപദ്രവം ഒന്നുമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ 2 സ്കീമുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല 2 സ്കീമുണ്ട്, അതിമനോഹരമായ സ്കീം. അതിൻ്റെ കാര്യം അറിയണമെങ്കിൽ ആ രേവതി ഗോൾഡൻ ഡയമണ്ട്സിലെ എൻക്വയറി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. 9447575564. എൻ്റെ കൂട്ടുകാരി പറയുക, സുനി സ്വർണ്ണക്കട തുടങ്ങി സകല മനുഷ്യരെ കൊണ്ട് സ്വർണം മേടിപ്പിച്ചേ അടങ്ങുള്ളൂ. അതൊരു ജനകീയ പദ്ധതിയാക്കിയത് എനിക്ക് പറ്റൂല. സ്വർണ്ണമാണ് ലിക്വിഡ് അസറ്റാണെന്ന് പറഞ്ഞൊരു ജനകീയ പദ്ധതിയാക്കി മാറ്റിയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കളിയാക്കലാണ്. ഞാനുള്ള കാര്യം പറഞ്ഞ കേട്ടോ. പിന്നെ വില കൂടുമ്പോൾ വിളിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, പ്ലെയിൻ സോഫ്റ്റ് കോട്ടണിലെ ടൈ ആൻഡ് ഡൈയിലാണ് ഹാൻഡ് വർക്ക് കൊണ്ടിട്ടോ. നിറച്ച് ഹാൻഡ് വർക്കുണ്ട്. ഇതിൻ്റെ ഷോളാങ്കിൽ കണ്ടോ, ഷോളിൽ ഇങ്ങനെ ക്രോഷ്യോ ലേസുണ്ട്. നല്ല സോഫ്റ്റ് ഷോള്. ബോട്ടം 1190. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വൈറ്റ് കൂടെ കൂടിയത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ ഈ തോണ കളർഫുള്ളാണ്. അപ്പം എങ്ങനെയാണ് പിൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ഷോൾ. കോട്ടൺ തന്നെ ആവശ്യമുള്ളവർക്ക് നല്ല കളറുകളാണ്.
സൂപ്പർ സെറ്റാട്ടോ. ഞാൻ കണ്ടോ, ലൈനിങ് ഇട്ട് അടിക്കണം, അത്ര സോഫ്റ്റ് കോട്ടൺ ആണ്, ഗ്രാൻഡാണ്. ഒത്തിരി പേർക്ക് ഇപ്പോൾ കോട്ടൺ മാത്രമാണ് ധരിക്കാവുള്ള മനുഷ്യർ വരെയുണ്ട്. ചൂടിൻ്റെ ഇത് കാരണം ഇപ്പോൾ മഴക്കാലമെങ്കിലും ഭയങ്കര ചൂടല്ലേ. $1190 ആണ് വില. ഒരു ജലദോഷം പിടിച്ചപ്പോഴത്തേന് എന്താണ് യേശപ്പാ, ദൈവം തന്നെ ആരോഗ്യത്തിനൊക്കെ എന്ത് വിലയേറിയതാ. നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം കേട്ടോ. നമ്മളെ നന്നായിട്ട് നോക്കണം. യേശുമ്പരാൻ വസിക്കണം വിശുദ്ധ മന്ദിരാണ്. നമ്മളെന്നോർത്ത് സൂക്ഷിച്ചും കരുതിയും ജീവിക്കണം. ഡബിൾ നോട്ടേ, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് ബാത്തിക്കിൻ്റെ സെറ്റ് പ്ലെയിൻ. കുറേ നാളായില്ലേ, ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാം. മഴക്കാലത്തും വെയിലത്തും എങ്ങനെ വേണേലും യൂസ് ചെയ്യാവേ. 950 ആട്ടോ വില. പെട്ടെന്ന് എടുത്തു. ഇടുമ്പോഴും നല്ലതാണ്. റഫ്യൂസിന് ഇതുപോലെ ഒരു നല്ല മെറ്റീരിയലില്ല. അടിപൊളി കളേഴ്സ, പീച്ചും ആഷും. ഇത് പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഈ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല രസം. ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് പതുകൂന്ന്. $950 വിലയുള്ള. അടിപൊളി സെറ്റുകളാട്ടോ, അടിപൊളി സെറ്റാണ്. പെട്ടെന്ന് എടുത്തു. ഗോൾഡൻ കളറ് വിത്ത് ആഷ്. കോഫി ബ്രൗൺ വിത്ത് ഗോൾഡൻ കളർ. കോഫി ബ്രൗൺ ആണോ? അല്ല, ലൈലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ. എല്ലാം വെറൈറ്റി കളേഴ്സാണ്. ഞാവൽപ്പഴത്തിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. ഞാവൽപ്പഴമൊക്കെ മുന്തിരി കളറിൻ്റെ കളറാണ് അല്ലേ. ഒരു ഞാവൽ വീട്ടിൽ കണ്ടിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാ ഒനിയൻ പിങ്ക്. ആഷ് കളറിൻ്റെ ഡാർക്ക് ലൈറ്റും കൂടെ. ഇതൊരു സിൽവർ കളറായിട്ട് തോന്നി. വില 950 ഉള്ളൂ. ഇനി ഒരെണ്ണം റീസ്റ്റോക്ക് ആട്ടോ. ജോർജറ്റിൻ്റെ ഒരു റീസ്റ്റോക്കാണ്. നിങ്ങൾ കണ്ടതാണ്, പക്ഷേ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഇതേ കണ്ടോ, എന്ത് ഭംഗിയുള്ള വർക്കാണ്. നോക്കോട്ടെ അതിൻ്റെ ഷോൾ. നല്ല രസമുള്ള സെറ്റാണ്. 1599. അടിപൊളി ഷോൾ. 1599 രൂപയുള്ളൂ. നല്ലതാണ് വിത്ത് ലൈനിങ്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. ജോർജറ്റാണ്. ഈ ഷോളിൻ്റെ ഈ കട്ട് വർക്കും ഇത് വർക്കും രണ്ട് വശം ഷോളിങ്ങനെ വർക്കല്ലേ, പിന്നെ ഗ്രാൻഡാ. ഇതൊരു ഫുൾക്കാരി ക്രീം കൂടി എടുത്താലും ഭയങ്കര രസമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ കളർ ടോപ്പ് കൂടെ അല്ലേ, ഈ കളർ ടോപ്പിനോടെ നല്ല ചുമ്മാ ജോർജറ്റ്, ഫോസ് ജോർജറ്റ് എടുത്താൽ മതി. 80 രൂപ 90 രൂപയ്ക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. രണ്ട് സെറ്റായിട്ട് മാറിയിടാം. 1599 ആട്ടോ വില. പീച്ച് കളർ, നല്ല കളർ ചാർട്ടാണ്. അടിപൊളി ചാർട്ടാണ്.
1599 ഉള്ളൂ. പൗഡർ ബ്ലൂ. അടിപൊളി കളേഴ്സ്. പൗഡർ ബ്ലൂ അല്ലേ? പൗഡർ ബ്ലൂവിൻ്റെ കുടുംബത്തിൽ ജനിച്ചതാണ്. നല്ല കുരുമുളക് എല്ലാം കൂടെ കുരുമുളക് ചൂടൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടത് കുടിക്കും ചുമക്കാണ്ടിരിക്കാനേ. അപ്പോഴത്തേനും വിശപ്പങ്ങ് കത്തിയ ആൾ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. പനിക്കണ ഞാൻ എന്തോരം തിന്നണമെന്നറിയാവോ? എല്ലാവരും പനിക്കുമ്പോൾ ക്ഷീണിക്കും. എനിക്ക് വണ്ണം വെക്കുവാണ്. എങ്ങനെ തലയും കുത്തി എന്നാലും എന്നാ 4 കാലം വീഴുന്ന പൂച്ചയല്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം. പനിച്ചാലും ഞാൻ വണ്ണം വയ്ക്കും, അല്ലാണ്ടിരുന്നാലും വണ്ണം വയ്ക്കും. ഇത് കണ്ടോ, നല്ലൊരു കോട്ടൺ ആട്ടോ, നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ. ഒരു ഈ ഹാൻഡ്ലൂമിൻ്റെ അതിൽ ബുട്ട നിറച്ച് ഡിസൈനും ഉണ്ട് കേട്ടോ. നല്ലൊരു സെറ്റ്. ഇതിൻ്റെ ബോട്ടം കണ്ടോ, ഒരു കോട്ടൺ പ്രിൻ്റ്, നല്ല കോട്ടൺ ഷോളും ആട്ടോ. നല്ല സെറ്റ്. എത്ര വില? 900 വിലയുള്ളൂ കേട്ടോ. ഇവിടെ ഹാൻഡ് വർക്കാട്ടോ ചെയ്തേക്കണം. എങ്ങനെ എത്രയാണുള്ളൂ? 999. 90. അടിപൊളി ഹാൻഡ് ഇങ്ങനെ ഷോള്. പ്യുവർ കോട്ടൺ ആണ്. പെട്ടെന്ന് തീരും കേട്ടോ. ഷോള് കണ്ടോ, ഈ ഇങ്ങനെ ഈ ഫുൾ ഓയിലിൻ്റെ തുണി പോലത്തെ ഭയങ്കര സോഫ്റ്റ് നല്ല കോട്ടൺ. പ്യുവർ കോട്ടൺ ആട്ടോ. ഇതിൻ്റെയൊക്കെ കണ്ടോ പ്രിൻ്റ് കണ്ടല്ലോ ബോട്ടത്തിൻ്റെ. വേണമെങ്കിൽ ഒരു ബേജ് കളർ പോലത്തെ ടോപ്പ് ഇട്ട 2 ഇങ്ങനെ ഇടാം. ടോപ്പ് അടിക്കാൻ വേണമെങ്കിൽ 990 വിലയുള്ളൂ. നല്ല സെറ്റാണ്. ആ വിലയ്ക്ക് നല്ല സെറ്റാണ്. ഇതിന് വേണമെങ്കിൽ ഒരു മെറൂൺ ഈ ഹാൻഡ് വർക്ക് ചെയ്തേക്കണം നൂലിൻ്റെ ബോട്ട ഇടാട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഈ പ്രിൻ്റ് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് അടിക്കാം. കാരണം സെയിം വെച്ചിട്ടുണ്ട് അവർ. ബോട്ട ഇപ്പം എന്നായാലും പെൻസിൽ പാൻറ്റ് ആങ്കിൾ ലെങ്ത് ഒക്കെ അല്ലേ ഇടുള്ളൂ. ഈ മെറൂൺ ഇങ്ങനെ ഇട്ടാലും മതി. ഈ ബോട്ടത്തിൻ്റെ പ്രിൻ്റ് ഭയങ്കര രസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 990. തന്നെ തയ്യലറിയാവുന്നവർക്ക് എന്ത് രസമല്ലേ. ഇങ്ങനെ നല്ല ഞാൻ തയ്യൽ പഠിക്കാനായിട്ട് പോകും കേട്ടോ. അത്ര മോറ്റ പഠിച്ചിട്ട് പിന്നെ എറണാകുളത്ത് ഇവിടെ പിന്നെ നസ്രത്തിൽ പോയി പഠിച്ചു. എല്ലായിടത്തും പോയി. നസ്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ 2-4-5 വർഷം അവിടെ പെയിൻറ്റിങ് ആയി, ഓയിൽ പെയിൻറ്റിങ് ആയി. എൻ്റെ പൊന്നെ ഓയിൽ പെയിൻറ്റിങ്ങിലായപ്പോൾ നിർത്തി. അതോടുകൂടി പൊടിയും മതിയും മതിയോ ഭയങ്കര കാഴ്ചക്കാർ സിസ്റ്ററുമാണ്. നല്ല കേട്ടോ. എറണാകുളത്തുള്ളവരൊക്കെ ആ നസ്രത്തിൽ പോയി പഠിക്കട്ടോ. എന്ത് നന്നായിട്ട് അവിടെ പെയിൻറ്റിങ്ങും അതും. അവിടെ കയറി ചെല്ലുമ്പോൾ ബ്രഷൊക്കെ പിടിക്കുമ്പോൾ നമുക്കൊരു ബോധമില്ലെങ്കിൽ നമ്മൾ വലിയ കലാകാരിയാണെന്ന് നമ്മുടെ മനസ്സങ്ങ് പറയും. നമ്മൾ ആ ബ്രഷൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഒന്ന് തൂക്കുമ്പോഴത്തേനും നമ്മുടെ ഈ വേറൊരു ലെവലിലേക്കാവും നമ്മുടെ മനസ്സൊക്കെ. അങ്ങനെയെങ്കിലും കുറേ നേരം നമുക്ക് സ്വയമായിട്ടൊരു കലാകാരിയാകാമല്ലോ, വേറെ ആരും പറഞ്ഞില്ലേലും. പിന്നെ സിസ്റ്ററിൻ്റെ വായിന്ന് എണ്ണം പെടണം കിട്ടും. ലേരം ശരിയായില്ലെങ്കിൽ ഞാൻ എന്നും ചെന്നിട്ട് സിസ്റ്ററോട് പറയാം, സിസ്റ്ററെ അപ്പോൾ എന്നാ അടിയെന്ന് ചോദിക്കേ. സിസ്റ്റർ എന്നെ കുറേ വഴക്ക് പറഞ്ഞെന്ന് പറയും. ആദ്യമേ ഇവളെന്തോ ഇന്ന് എന്നെ കൊണ്ട് പണിയിക്കാനാന്ന് പറയും. എന്നിട്ട് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് കണ്ണ് വരപ്പിക്കും. സിസ്റ്റർ ഒരു മനുഷ്യൻ്റെയൊക്കെ കണ്ണ് വരച്ചാൽ, രാജാരവിവർമ്മ പടത്തിൻ്റെ കണ്ണ് സിസ്റ്റർ വരച്ചാൽ ആ കണ്ണിങ്ങനെ നമ്മളോട് സംസാരിക്കണ പോലെ നാച്ചുറലായിട്ട് സിസ്റ്റർ കണ്ണ് വരയ്ക്കും. കേട്ടോ സഫ്യർഗിരി. ഈ പെണ്ണുങ്ങൾ വർത്താനം പറയിപ്പിക്കില്ല. എന്തെല്ലാം കാര്യം നിങ്ങളോട് പറയാനുണ്ടാകും. ഇവിടെ വിശപ്പ് തുടങ്ങിയ ആൾക്കാർക്ക് നല്ല ബ്ലൂ. ഞാൻ എപ്പോൾ ഒരു വീഡിയോ പിടിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ പിടിക്കാന്ന് പറയുമ്പോൾ അവർക്കൊന്നും സമയം കിട്ടില്ല. വീഡിയോ പിടിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് തീറ്റയുടെ സമയമായി, വിശപ്പായി. ഞാനെങ്ങനെയാ വന്നെ പൊന്നെ, ഞാൻ ചോറൊന്നും ഉണ്ടില്ല.
തന്നെത്താൻ പണിയേണ്ട വന്നു. ഇന്ന് വീട്ടിലാരും ഇല്ലായിരുന്നു, ഒരു ആശാത്തിന് സഹായിക്കാനുണ്ടായിരുന്നു, അതും ഇല്ലായിരുന്നു. തണുപ്പടിക്കാണ്ട് എന്നോട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണയാ. എന്നിട്ട് ഞാൻ വന്ന് വീഡിയോ പിടിക്കാൻ വന്നുണ്ട്. ഗോൾഡൻ കളർ റെസ്റ്റ് എടുത്ത് അനങ്ങാണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇത് റീസ്റ്റോക്കാണ്. ജോർജറ്റ് നിങ്ങളെപ്പോഴും എടുക്കുന്നതാണ്. എന്തോരം കൊണ്ടുവന്നാലും ചിലവുള്ള സംഭവമാണ്. 999 അല്ലേ ഉള്ളൂ. 999. മഴക്കാലത്ത് ഇതൊരു അസറ്റായി ഇട്ടാലും നല്ലതായിട്ടായിരിക്കുമല്ലോ ഇതിന് ഈ കാണാവുന്ന തിരക്ക്. നമുക്കൊരു സെറ്റ് പോലും ഇത്രയും സെറ്റ് കൊണ്ടുവന്നാലും താഴെ വിൽക്കാൻ പോലും കിട്ടൂല. പിന്നെ റീസ്റ്റോക്ക് അടിക്കണം. 999. ബാക്ക് പ്ലെയിൻ ആട്ടോ. ഫ്രണ്ട് മാത്രമായിട്ടേ ഈ വർക്കുള്ളൂ. ബാക്ക് പ്ലെയിൻ ആട്ടോ. വിത്ത് ലൈനിങ് ആട്ടോ. എല്ലാ സെറ്റും വിത്ത് ലൈനിങ് ആണ്. $999 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തോ. ഇടുമ്പോൾ നല്ലതാട്ടോ. നല്ല മൂവിങ്ങൊക്കെയുള്ള സെറ്റാണ്. അടിപൊളി അടിപൊളി. ഇത്രയും സെറ്റ് കാണിക്കേണ്ട ഒരു വീഡിയോയിൽ. എല്ലാവരും പറയും നമ്മുടെ വീഡിയോയ്ക്ക് മാത്രമേ ഇത്രയും സെറ്റ് കാണിക്കണുള്ളൂ എന്ന്. ബാക്കിയുള്ളതിലെല്ലാം പല വീഡിയോ ആയിട്ടല്ലേ ഇൻസ്റ്റയിൽ പിടിക്കണത്. അങ്ങനെ ആ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ പാകത്തിന് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പിടിക്കണത്. 1 മിനിറ്റത്തെ വീഡിയോ, എൻ്റെ ദൈവമേ, സ്വർണ്ണത്തിൻ്റെ വീഡിയോ പിടിക്കുമ്പോൾ ഈ 1 മിനിറ്റത്തെ വീഡിയോ പിടിക്കുന്നത് എൻ്റെ കർത്താവേ, എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി കുറേ നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. ടീച്ചർ എനിക്ക് വെഡ്ഡിങ് കളക്ഷൻ്റെ വീഡിയോ പിടിക്കുമ്പോഴാണ് സമാധാനം, സ്വസ്ഥത. മറ്റു 1 മിനിറ്റും കൊണ്ട് തീരാൻ വേണ്ടി ഞാനിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. 999. കളേഴ്സ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? പിങ്ക് കാണിച്ചു തന്നെയാണ് പിന്നെ കാണിക്കാനല്ലോ. വിത്ത് ലൈനിങ് ആട്ടോ. ഷോളൊക്കെ എന്ത് രസമല്ലേ, നല്ല ഷോള്. 999 ഉള്ളൂ. $999. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നോട്ടോ. ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്കൊക്കെ അടിച്ചേരാം കേട്ടോ. അപ്പം അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷനൊക്കെ വരും. അത് ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.